ആയിക്കോട്ടെ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് ഇന്ന് വേളാങ്കണ്ണി വന്നിട്ട് രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് പോകുന്നത് ഇന്ന് ചിക്കൻ മേടിക്കാനൊക്കെ ആയിട്ട് പോകാം കേട്ടോ. ഇവിടെ എവിടെയാണ് ചിക്കൻ നമുക്കറിയില്ല. എന്തെങ്കിലും പോയിട്ട് കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള കുറേ തന്ത്രപ്പാടിലേക്കായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എന്തായാലും ഞാനും അന്നമോളും നേരെ മാർക്കറ്റിലോട്ട് പോവാണ് ചിക്കൻ മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഇമ്മാനുമാണ് ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമ്മാനുള്ളുണ്ട്. ഇന്ന് നമുക്ക് പോയിട്ട് നോക്കാം ചിക്കൻ്റെ വിലയൊക്കെ എങ്ങനെയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന റൂം അതാണ് കേട്ടോ. സെൻറ്റ് പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇതിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. വലിയ 3 ബെഡ്റൂമൊക്കെ ഉള്ളതാണ്. നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫുഡ് വെക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ. ഇവിടെ നമ്മൾ കോഴി പറഞ്ഞിട്ടുണ്ട്. അപ്പം കോഴി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ വെച്ചാൽ കോഴിയുടെ വില 165 രൂപയാണ്. നമ്മളൊരു 2 കിലോ മുഴുപ്പുള്ള ഒരു കോഴിയെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അണ്ണാ നമുക്കുള്ള കോഴിയെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോഴി. ഗൂഗിൾ പേ. അപ്പോൾ നമ്മൾ ചിക്കൻ അണ്ണൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബിരിയാണി പീസാണ്. അണ്ണൻ നല്ല ഫാസ്റ്റായിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടുന്ന് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് ഇമ്മാന് ഫ്രണ്ടിൽ നടക്കുവാണ്. ഇവിടെ വലിയ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ നമുക്ക് മീൻ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ പച്ചക്കറി കടകൾ എന്ന് പറയേണ്ട എല്ലാ കടകളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ വേളാങ്കണ്ണി വരുന്നവർക്കൊക്കെ ഇത് സുപരിചിതമായിരിക്കും. എന്തായാലും ഇനി വരുന്നവർക്കാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ നല്ല ചിക്കൻ മേടിച്ചിരിക്കുക. നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ചിക്കനൊക്കെ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട പേപ്പർ പ്ലേറ്റ്, കുറച്ച് മല്ലിയില, പിന്നെന്താണ് ഇപ്പോൾ കറിവേപ്പില, ബാക്കിയെല്ലാം നമ്മൾ ബിരിയാണിയിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റൂമിൽ പോയിട്ട് നമുക്ക് ബിരിയാണി എങ്ങനെ വെക്കാം എന്നുള്ള സംഭവം നോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും കൂടെ പോരെ, തകർത്താക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഞങ്ങളൊക്കെ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ റെഡി. പിന്നെ ഇത് പാത്രം വാടകയ്ക്ക് എടുത്തു. കണ്ടോ, 2 കിലോ ചിക്കനാണ്. ചിക്കൻ പോയി മേടിക്കുന്നു. പിന്നെ റൈസ് കഴുകി. കണ്ടോ. ഇനിയിപ്പോൾ നമ്മളിഞ്ഞ് പോകുന്നത് നേരെ ഇനി അടുക്കളയ്ക്കാം അല്ലേ. നമ്മുടെ ഇമ്മാനാണെങ്കിൽ എല്ലാ സാധനവും നിൽക്കുക കേട്ടോ. ആവശ്യങ്ങളുണ്ട്. ഇത് ആൾട്ട്, പിന്നെ ഇത് നെയ്യ്, ഇതെല്ലാം നമ്മളുടെ ആവശ്യമാണ്. ഈ വെള്ളം കണ്ടോ, ഇങ്ങനെ വെള്ളം മേടിച്ചു ചാതി 50 രൂപയുള്ളൂ കേട്ടോ. 20 ലിറ്റർ വെള്ളം. അതിന്റെ ഡെപ്പോസിറ്റ് ഒരു 150 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. ഈ വെള്ളത്തിന് എത്രയാ? ഈ വെള്ളത്തിന് 70 രൂപ. ഈ വെള്ളത്തിന് 50 രൂപ. ഇതെത്ര? 5 ലിറ്റർ അല്ലേ? 5 ലിറ്ററിന് 70ഉം 20 ലിറ്റർ അല്ലേ? ഓക്കെ. ഓക്കെ. പഞ്ഞ് നേരെ ഇമ്മാന് പോവാണ് കേട്ടോ. നല്ല സദ്യ അല്ലേ? വെള്ളം കത്തിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുണ്ട് രാവിലെ. നമ്മൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞോ എന്തെടുക്കുവാ? നമ്മള് ബിരിയാണിക്കുള്ള അരി വെള്ളം തിളച്ചു. വെള്ളം കാണിച്ച്
നോക്കട്ടെ തിളച്ചോ തിളച്ചോണ്ടിരിക്കുന്നത് 2 മിനിറ്റ് കഴിഞ്ഞാൽ ബിരിയാണി ചിക്കൻ്റെ പണി ഇവിടെ എത്തി ഇതെല്ലാം മസാല ഒക്കെ തേച്ച് ഓക്കെ മനു എങ്ങനെയുണ്ടാ പരിപാടി എങ്ങനെയുണ്ട് എങ്ങനെ നാളെ ഇട്ടാലോ അല്ല അവന് വായിൽ കപ്പലോടിയിട്ട് പറയാൻ പറ്റുന്നില്ല എന്തായാലും എവിടെ വന്നാലും യോഗിച്ചാൻ അരിയിടുന്ന യോഗം അല്ലേ അരിയോഗം തനിക്കാ എന്നെ പെടുത്തി അരിയിട്ടു എന്താ അറിയോ അപ്പനെ ഇന്നത് യോജന കിട്ടത്തുള്ളൂ എന്തോ ഞാൻ പക്ഷേ കൂട്ടുകാരെ സംഭവം കൊള്ളാം കേട്ടോ. നിങ്ങളിങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ വെറുതെ കടയിലൊക്കെ കൊടുത്തിട്ട് എത്ര രൂപ നമ്മളിന്ന് പോകുന്നത്. ഇതൊരു സിമ്പിൾ നമുക്ക് എത്ര കൈ കിട്ടുമെന്ന് അറിയാമോ? നല്ല പരിപാടിയാണിത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് അവിടം വരെ ഉണ്ടോ ഇത്രയും ഗ്യാസ് ഉണ്ട്. നമുക്ക് 50 തരും. ഒരെണ്ണം യൂസ് ചെയ്യുകയാണെങ്കിൽ 50 രൂപ, 2 യൂസ് ചെയ്യുകയാണെങ്കിൽ 100 രൂപ. ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുവാണ്. റൈസ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. വെള്ളം പോണില്ല. ബിരിയാണി ആയി നമ്മൾ റൂമിൽ വെച്ചിട്ടുണ്ട്. അതിനടുത്ത് ചിക്കൻ കറിയാണ്. അതിലാണ് നമ്മൾ കഴിക്കാം. പിന്നുള്ള വീട് കടലിനകത്തുള്ള വീടാണ്. അമ്മ ചിക്കൻ കറി വെച്ചോണ്ടിരിക്കും അല്ലേ? എനിക്കിട്ട് ഒരു സാധനമാണ് ഇല്ല. അതിനടുത്തൊരു മല്ലിയില ബീൻസ് കറിയുമാണ്. അതും ഞാനിടും. അങ്ങനെ ചിക്കൻ കറി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കൂട്ടുകാരെ നമ്മുടെ ബിരിയാണി സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇമാന് തുറക്കാൻ പോവാണ്. ഇതെന്തോണം ആദ്യം മരികെ മാറ്റടാ. ഈ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. ഇതുണ്ടോ അടിപൊളി ചിക്കൻ കറി. ഇനി അടുത്ത് റൈസൊക്കെ സെറ്റായിട്ടിരിക്കുവാണ്. നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഇനി പപ്പടം. ഇനി എന്തായാലും നമ്മൾ ഇതിനോട് അടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കാൻ പോവാം. അതിൻ്റെ നമ്മൾ ചിക്കൻ കറി എല്ലാം സെറ്റായിട്ട് നമ്മളവിടെ റൈസ് അടിക്കാൻ പോകട്ടോ. ഇമാന് നല്ല തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടോ? അടിപൊളി അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഞങ്ങൾ നിർത്തുവാണ്. ഇനി ഞങ്ങൾക്ക് ഇനി ഒരുപാട് പുറത്ത് കറങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.